വോട്ടർ അധികാർ യാത്ര നമുക്കറിയാമല്ലേ, ബീഹാറിലൊക്കെ വലിയ ചലനമുണ്ടാക്കി. സാധാരണക്കാരൻ്റെ വോട്ടവകാശത്തെ കൊള്ളയടിക്കുന്ന സമീപനമാണ് ഉണ്ടാകുന്നത്. ഇലക്ഷൻ കമ്മീഷൻ അതിൽ വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ടർ അധികാർ യാത്ര രാഹുൽ ഗാന്ധി പൂർത്തിയാക്കിയപ്പോൾ BJP അതിനൊരു ചെക്ക് വെച്ചത് കോൺഗ്രസ് നേതാവ് പവൻ ഖേരയ്ക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ്. പവൻ ഖേരയ്ക്ക് 2 വോട്ടർ ID ഉണ്ട് എന്നുള്ളതായിരുന്നു ആരോപണം. ഇപ്പോൾ പവൻ ഖേരയുടെ ഭാര്യയ്ക്കെതിരെയും ആ ആരോപണവുമായി BJP രംഗത്തെത്തുകയാണ്. പവൻ ഖേരയുടെ ഭാര്യ K നീലിമയ്ക്ക് 1-ലധികം വോട്ടർ ID ഉണ്ട് എന്നുള്ളതാണ് ആരോപണം. ഡൽഹിയിലും തെലങ്കാനയിലുമാണ് നീലിമയ്ക്ക് വോട്ടർ ID ഉള്ളത് എന്ന് അമിത് മാളവ്യ പറഞ്ഞു. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ് നമ്മളോടൊപ്പം. അർജുൻ, ഇതിപ്പോ അമിത് മാളവ്യ ഈ വിമർശനം ഉന്നയിക്കുകയാണ്. പവൻ ഖേരയ്ക്ക് വോട്ടർ ID 2 ഉണ്ട്, പവൻ ഖേരയുടെ ഭാര്യയ്ക്ക് വോട്ടർ ID 2 ഉണ്ട്. അതായത് കോൺഗ്രസിനുള്ളിൽ തന്നെ വോട്ട് ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ ഉള്ളപ്പോഴാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസിന്റെ നേതാക്കൾ ബീഹാറിൽ റാലി നടത്തുന്നത്, രാജ്യമെമ്പാടും പ്രതിഷേധം നടത്തുന്നത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഈ വോട്ട് കൊള്ള എന്നുള്ള കോൺഗ്രസ് കൊണ്ടുവന്ന ആരോപണം അത് കോൺഗ്രസിന്റെ നേരെ തന്നെ തിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. പവൻ ഖേരയ്ക്കെതിരെ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഉയർത്തിയിട്ടുള്ള പരാതികളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അടുത്ത തിങ്കളാഴ്ചയ്ക്കകം മറുപടി നൽകണം. അതിനിടയിലാണ് ഇന്ന് രാവിലെ വീണ്ടും പവൻ ഖേരയുടെ ഭാര്യ K നീലിമയ്ക്കെതിരെയും ഇത്തരത്തിൽ 2 വോട്ടർ ID കാർഡുകളുണ്ട്, 2 എപ്പിക് നമ്പറുകളുണ്ട് എന്നുള്ള കാര്യം രേഖകൾ പുറത്തുവിട്ടുകൊണ്ട് തന്നെ BJP അമിത് മാളവ്യ എല്ലാം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഒന്ന് ഖൈരതാബാദിലാണ്, അത് തെലങ്കാനയിലാണ്. രണ്ടാമത്തേത് ന്യൂഡൽഹി മണ്ഡലത്തിൽ 2 എപ്പിക് നമ്പറുകളാണ് ഇവർക്ക് ഉള്ളത് എന്നുള്ള കാര്യം. 2023 ഇത്തരത്തിൽ തെലങ്കാനയിലെ ഒരു അസംബ്ലി മണ്ഡലത്തിൽ, അതായത് നിയമസഭാ മണ്ഡലത്തിൽ ഇവരുടെ പേര് വന്നതും അത് ഇലക്ടറൽ റോളിലെല്ലാം ചേർത്തത് എന്നുള്ള വിവരങ്ങളും അതിന്റെ രേഖകളും കൂടിയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടത്തണം എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ BJP ആരോപണമായി ഉന്നയിക്കുന്ന കാര്യം. വിവരങ്ങൾ നൽകിയത്. ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ പവൻ ഖേരയ്ക്കെതിരെയും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കെതിരെയും ഒക്കെ കൂടി അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയാണ്.